ഇത് വാങ്ങിയിട്ട് 1 മാസേ ആയിട്ടുള്ളൂട്ടാ, കറുത്ത് പോയി. ഇത് എവിടുന്ന് വാങ്ങിയതെന്ന്? ഇത് ടൗണിൽ നിന്ന് വാങ്ങിയതാ. ഇത്ര അടുത്ത് നമ്മൾ വെച്ചിട്ട് ടൗണിൽ പോയി വാങ്ങിക്കേണ്ട ആവശ്യമുണ്ടോ? ഇതെന്താ ഇങ്ങനെ കറുത്ത് പോയേ? അത് ഓരോ വെള്ളീൻ്റെ ക്വാളിറ്റി അനുസരിച്ചിട്ട് കറുത്ത് പോകുന്നതാണ്. അപ്പൊ ഇത് ക്വാളിറ്റി കുറവാണോ? ക്വാളിറ്റി കുറവല്ല, എന്തായാലും ഇത് കറുത്തല്ലോ, അപ്പോൾ ഇതിനെന്തൊരു പ്രശ്നമുണ്ടല്ലോ. ഓ അങ്ങനെയാണോ? വെറുതെ ഇത് കറക്കൂല, ഇതിനെന്തോ പ്രശ്നമുണ്ട്. നിങ്ങൾ ഏത് ജ്വല്ലറിയിൽ നിന്ന് ഇത് വാങ്ങിയത്? എന്താ പറ്റിയത്? അത് കറുത്ത് പോയി. ഇത് വെള്ളിൻ്റെ അരഞ്ഞാണല്ലേ? ഈ അരക്ക് കെട്ടുന്നതിന് കഴുത്തിലെഴുതുന്നതിന് ചെറിയൊരു പ്രോബ്ലം ഉണ്ട് കേട്ടാ. അതെന്താ പ്രോബ്ലം? അത് ഈ രാപ്പനിയുള്ളവർക്ക് ഈ കറക്കുന്ന പ്രശ്നം അത് പണ്ടേ പറഞ്ഞാന്നേ. പക്ഷേ നമുക്ക് ഈ പ്രശ്നം ഇപ്പോൾ കുറച്ച് രൂക്ഷമാണ്. എനിക്ക് തോന്നുന്നു ഈ ചൂടുകാലമായിട്ട് തന്നെ ഈ ചില ആളെ വേർപ്പ് ഈ വെള്ളിക്ക് പറ്റുന്നില്ല. ഈ കഴുത്തിലിടുന്നതും അരയിൽ കെട്ടുന്നതും ഇങ്ങനെ കറുത്തിട്ട് ഒരുപാട് നമുക്ക് റിട്ടേൺ വന്നേ അല്ലേ വിജേഷ്? അപ്പോൾ ഇത് അങ്ങനെ ഒരു പ്രശ്നമാണേ. എന്തായാലും വെള്ളിൻ്റെ ക്വാളിറ്റി കുറവൊന്നുമല്ല, എന്തായാലും നല്ല ക്വാളിറ്റി വെള്ളിയാണ് നമ്മൾ ഇതേ സാധനം തന്നെ കൊടുക്കുന്നത് കേട്ടാ. ഓ അങ്ങനെ ഒരു കാര്യം ഉണ്ടല്ലേ. എന്നാ പിന്നെ ഇത് മാറ്റിയിട്ട് വേറൊരു അരിഞ്ഞാണ് തരുമോ? ഇത് മാറ്റി വേറെ ഇട്ടാലും ഇത് തന്നെ അവസ്ഥ ഉണ്ടാവുക. നിങ്ങളിത് വാങ്ങിയിട്ട് 1 മാസമല്ലേ ആയുള്ളൂ. ഒരു കാര്യം ചെയ്യാം, ഞാനിത് റീപോളിഷ് ചെയ്ത് തരാം. പോളിഷ് ചെയ്ത് പുതിയ പോലെ തന്നെ ആവും. ഏതായാലും പോകുന്നിടത്തും വരെ പോട്ട് പെട്ടെന്ന് മാറ്റി നിങ്ങൾക്ക് നഷ്ടമല്ലേ. പോളിഷ് ചെയ്ത് ഇത് കളറാവും അല്ലേ? പോളിഷ് ചെയ്ത കളറാവും, പക്ഷേങ്കിൽ ഇതിനെ ആദ്യം കറക്കൊന്നും പറയാൻ കഴിയില്ല. ഏതായാലും ഇതൊന്ന് ഉപയോഗിച്ച് നോക്ക് നിങ്ങൾ പോളിഷ് ചെയ്തിട്ട്. എന്നാ പിന്നെ പോളിഷ് ചെയ്തു. വിജേഷ് എന്താ പിന്നെ ഇതൊന്ന് വേഗം റീപോളിഷ് ചെയ്ത് കൊടുത്തട്ടെ. നോക്കിയോട്ടെ, നല്ല വൈറ്റ് കളറായിട്ട് പോരെ? ഇത് നല്ല പുതിയ തന്നെയായല്ലോ. വാങ്ങിയിട്ട് 1 മാസമല്ലേ ആയുള്ളൂ. ശരിക്കും ഇതിൻ്റെ പുതുക്കം പോയിട്ടില്ല. പക്ഷെ ഞാൻ പറഞ്ഞില്ലേ, ആ വേർപ്പിൻ്റെ പ്രശ്നം കൊണ്ട് അതിൻ്റെ മുകളിലൊരു കോട്ടിങ് വരുന്നതാണ്. അത് കളയുമ്പോഴത്തേക്കും നോക്കിയാൽ പുതിയതുപോലെ തന്നെയായി, അത്രയേ ഉള്ളൂ. പിന്നെ ഇത് അത്ര ദിവസം ഉണ്ടാകുന്നും പറയാൻ കഴിയില്ല കേട്ടാ. എന്തായാലും ഇത്രയാക്കി തന്നല്ലോ, വളരെ സന്തോഷം. ഇതിന്റെ പൈസ എത്രയായിരുന്നു? ഇതിന് പൈസ ഒന്നും വേണ്ട. നമ്മളുടെ വെള്ളിയായാലും സ്വർണ്ണമായാലും സർവീസ് റീപോളിഷെല്ലാം ഫ്രീ ആണ്, പൈസ ഒന്നും വേണ്ട. ഏതായാലും നിങ്ങൾ ഹാപ്പി ആയല്ല, അത് മതി. ഞാൻ എന്തായാലും ആദ്യമായിട്ട് റീസൺസിൽ വരുന്നത്, വളരെ ഹാപ്പിയായി. താങ്ക് യു സോ മച്ച്. എല്ലാവരും ചോദിച്ചു നീ എന്ത് പുറത്താണ് കസ്റ്റമർക്ക് പറഞ്ഞേ? വെറുതെ കറക്കൂലെന്നാ. ഏത് ജ്വല്ലറിന്നാ വാങ്ങിയെന്നാ? എനിക്കറിയില്ല അത് കറക്റ്റ് എങ്ങനെയാന്ന്. ഉള്ള കാര്യം ഉള്ളവരെ പറഞ്ഞാൽ പോരെ. ഇവിടെ നമ്മുടെ വാങ്ങിയ സാധനമൊന്നുമില്ല, അവർ വേറെ ഏത് ജ്വല്ലറിയിൽ നിന്ന് വാങ്ങിച്ച സാധനമാണ്. പിന്നെ നമ്മളവരെ പൊക്കി പറയേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ. നീ മറ്റു ജ്വല്ലറിക്കാരുണ്ടല്ല, പൊക്കി പറഞ്ഞാലും കുഴപ്പമില്ല, കുറ്റം പറയാൻ നിൽക്കണ്ട, മനസ്സിലായാ? വൈചോട്ടാ, ഞാനൊരു കുറ്റമൊന്നും പറഞ്ഞിട്ടില്ലല്ലോ. നീയല്ലേ പറഞ്ഞേ വെറുതെ ഇത് കറക്കൂല, ഇതിനെന്തോ കുഴപ്പമുണ്ടെന്ന് പറഞ്ഞാല് ആ വാങ്ങിയ ജ്വല്ലറിനല്ലേ ഇത് കുറ്റം പറയുന്നത്? ബൈജോട്ടാ, വെറുതെ കറക്കൂല, ഇത് ഏത് ഷോപ്പിൽ നിന്ന് വാങ്ങി ചോദിച്ചിട്ട് ഈ രാപ്പനീൻ്റെ കഥ കസ്റ്റമർക്ക് പറഞ്ഞു കൊടുക്കാനാണ് ഞാൻ നോക്കിയത്. നീ വെറുതെ കറക്കൂല, ഇതിനെന്തോ കുറ്റമുണ്ടെന്നാടാ പറഞ്ഞേ. നിന്ന പ്ലേറ്റ് വരുന്നടാ. ബൈജോട്ടാ, കുറ്റമുണ്ടെന്നൊക്കെ ഞാൻ പറയും, അത് വലിയ തെറ്റല്ലേ? നിങ്ങൾ എന്നെ പണ്ടേ പഠിപ്പിക്കുന്നില്ലേ ഒരാളെ കുറ്റം പറയാൻ പാടില്ല എന്നൊക്കെ? നമ്മുടെ കച്ചവടത്തിനൊരു എത്തിക്സ് ഇല്ലേ? നമ്മുടെ കച്ചവടത്തിന് എത്തിക്സ് ഉണ്ട്, പക്ഷെ നീ എന്തോ കുറ്റം. ബൈജോട്ടാ, ഞാനൊരു ജ്വല്ലറിന് കുറ്റം പറയില്ല. നിങ്ങൾ പണ്ട് പഠിപ്പിച്ചതൊക്കെ അതേപടി ഞാൻ ഇപ്പോൾ ഫോളോ ചെയ്യുന്നുണ്ട്. എല്ലാവരും വിചാരിച്ചു നീ നേരത്തെ കസ്റ്റമർക്ക് എന്തോ എന്തായാലും ആരും കുറ്റം പറയാണ്ട് നമുക്ക് മുമ്പോട്ട് വന്നത് നല്ല. ഇതുവരെ അങ്ങനെയല്ലേ പോയിനി, നമുക്ക് നല്ലതേ വന്നിരുന്നു. മറ്റുള്ളവരെ കുറ്റമായിട്ടുള്ള കച്ചവടം നമുക്ക് വേണ്ട. എല്ലാം ഒന്നും എനിക്ക് അറിയാലോ, പറയേണ്ട ആവശ്യമില്ലല്ലോ. ശരിടാ എന്നാലും കേട്ടാ. ഓക്കെ, വെരി ഗുഡ്. വെറുതെ ഇത് കറക്കൂല, ഇതിനെന്തോ പ്രശ്നമുണ്ട്. നിങ്ങൾ ഏത് ജ്വല്ലറിയിൽ നിന്ന് ഇത് വാങ്ങിയത്?